എല്ലാ കൂട്ടുകാരും നമസ്കാരം. ഇന്ന് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള കൂട്ടുകാരും അതുപോലെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള എല്ലാ കൂട്ടുകാരും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് ഡേറ്റ് 13/6/2025. ഇന്ന് രാവിലെ 7 മണിക്കാണ് ആ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടെ തന്നെ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ കൂട്ടുകാർ അവസാനം വരെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഏകദേശം ഒരാഴ്ചയ്ക്ക് മുൻപ് നമ്മുടെ ഗവൺമെന്റ് നിയമം നിലവിൽ നിൽക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വെച്ച് മീൻ പിടിക്കാൻ പാടില്ല എന്നാണ് നിയമം ഇപ്പോഴുള്ളത്. അപ്പോൾ ഇതിനെ 1-2 വള്ളക്കാർ തെറ്റിച്ചിട്ട് അവർ ഈ ലൈറ്റൊക്കെ വെച്ച് മീനൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇവർ രാത്രി സമയമാണ് പോയി ഈ ലൈറ്റൊക്കെ വെച്ചിട്ട് മീൻ പിടിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ പകൽ പോകുന്ന മറ്റ് വള്ളക്കാർക്ക് മീനുകളൊന്നും തന്നെ കിട്ടുന്നില്ല. അപ്പോൾ ഇതനുസരിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു തട്ടുമടിയിൽ മീൻ കൊണ്ടുവരികയായിരുന്നു. അതും സമയം ഏകദേശം 6 മണിയായപ്പോഴേ ആ വള്ളത്തിൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീൻ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ വിഴിഞ്ഞം ഇടവകയിലെ ഒരു കമ്മിറ്റി അംഗമായ ഒരു വ്യക്തി ആ വള്ളത്തിൽ മീൻ വിൽക്കണ്ടെന്ന് പറഞ്ഞു. കാരണം മറ്റുള്ള തട്ടുമടിക്കാർ പോയിട്ട് തിരികെയാണ് വന്നത്. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങനെ ലൈറ്റ് വെച്ച് മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇത് ധിക്കരിച്ചിട്ട് ഇവർ നമ്മുടെ വിഴിഞ്ഞം ഫിഷ് ലാൻഡിൽ നിന്ന് ഈ വള്ളം തള്ളിവിട്ട് ഇവർ നേരെ നമ്മുടെ മൊയ്തീൻ പള്ളിയുടെ അവിടെയാണ് കൊണ്ടുപോയത്. അപ്പോൾ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഈ കമ്മിറ്റി അംഗം അവിടെ പോയിട്ട് പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ ഇവിടെയും നിങ്ങൾ മീൻ വിൽക്കാൻ പാടില്ല, കാരണം മറ്റ് ഈ വള്ളക്കാരെ തട്ടുമടിക്കാരെ ദ്രോഹിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഈ മത്സ്യബന്ധനം നടത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കാരണം ഇവിടെ മീൻ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ മൊയ്തീൻ പള്ളിയുടെ അവിടെ 1-2 ഓട്ടോ ഡ്രൈവേഴ്സ് ചേർന്ന് നമ്മുടെ ഈ ഇടവകയിലെ ആ കമ്മിറ്റി അംഗത്തിനെ അടിക്കുകയാണ് ഉണ്ടായത്. പിന്നെ അത് പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയി ഏകദേശം ഒരാഴ്ചയായി. ഇന്ന് ഡേറ്റ് 13/6/2025 രാവിലെ 7 മണിക്ക് ഇതേ വള്ളക്കാർ തന്നെ തട്ടുമടി ഉപയോഗിച്ച് മീൻ പിടിച്ച് ഏകദേശം 9 പെട്ടി നിറയാണ് മാലാവ് എന്ന് പറയുന്ന മീൻ. നമ്മുടെ ഈ കടമ്പെന്നൊക്കെ പറയത്തില്ല ആ മീൻ. നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ ഇന്നത്തെ ആ ഒരു അവസ്ഥ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ കൂട്ടുകാർ കണ്ടു നോക്കണേ. അപ്പോൾ അതിനുശേഷം ഇവർ ഈ മീൻ വിൽക്കാനായിട്ട് നമ്മുടെ വിഴിഞ്ഞം ഫിഷ് ലാൻഡിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടി അവരെ പിടിക്കുകയും അവസാനം ഫിഷറീസ് ഓഫീസിൽ നിന്ന് അവരെ വിളിച്ചു വരുത്തി പോലീസുകാരൊക്കെ വന്ന് ഈ വള്ളം ഇവർ തിരികെ നേരെ നമ്മുടെ മൊയ്തീൻ പള്ളിയുടെ അവിടെയാണ് കൊണ്ട് അടുപ്പിച്ചത്. പിന്നെ നമ്മുടെ ഈ ഫിഷറീസ് ബോട്ടിലെ ആളുകളും അതുപോലെ പോലീസുകാരും ചേർന്ന് നമ്മുടെ ഇവിടുത്തെ ഒരു വള്ളത്തിൽ തന്നെ കയറിപ്പോയി ആ വള്ളത്തിനെ അവിടെ നിന്ന് നമ്മുടെ ഫിഷ് ലാൻഡിൽ കൊണ്ടുവരികയും ഇവിടെ ഒരു വലിയ വിഷയം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എന്താ ചെയ്തത്? ഈ 2 വള്ളത്തിലുള്ള മീനും ആദ്യം ഇവർ ഈ വള്ളത്തിൽ തട്ടിയിട്ടാണ് കൊണ്ടുവന്നത് ആ മീനിനെ. അവസാനം ഈ പെട്ടിയിലാക്കിയപ്പോൾ ഏകദേശം 9 പെട്ടി നിറയാണ് ഈ മാലാവ് എന്ന് പറയുന്ന മീൻ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വള്ളത്തിൽ കൊണ്ടുവന്ന മാലാവ് മീന് നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഓഫീസർമാർ തന്നെ ലേലത്തിൽ കൊടുക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ്. അതിനോടൊപ്പം എനിക്ക് നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങളും ഇതുപോലെ അനധികൃതമായി മത്സ്യബന്ധനം നടത്തിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു അവസ്ഥ നിങ്ങളും നേരിടേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. നേരെ നമ്മൾ ആ വീഡിയോയിലോട്ട് പോകാം. അജി BS ഞാനെടുത്ത്
അഞ്ഞൂറ് 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 രണ്ട് ബോക്സിലും 60,000 പോയി. പിന്നെ നിങ്ങൾ ഇങ്ങനെ നിൽക്കണേ 21 വിളിക്കാനും പറയാൻ വിളിക്കത്തില്ല. 22 23 24 25,000. ഓക്കെ എത്ര കറങ്ങി നേരം 65,000 പൈസ കൊണ്ട് കൊടുക്കും. 3 ഇവിടെ 3 വെട്ടി ഇല്ലടാ മേഡം 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 ഇല്ല ഇവിടെ രണ്ട് പെട്ടി മീനിന് ഒരു പെട്ടി വെള്ളമാണ്. അറുപത്തഞ്ച് 60 500 75 അത് കൂട്ടി 65 135 36 1,31,500 1,31,500 BS മാത്രമേ 31,500 60,000 രത്നാകരൻ 25,000 ഞാൻ രത്നാകരൻ്റെ ഉണ്ട് 30,000 അല്ല ബൈക്ക് അപ്പൊ രണ്ടും ബൈക്കുണ്ട് മൈക്കിളും 2,50,000 അടുത്ത ലാസ്റ്റ് മൈക്കിൾ 30,500 ലാസ്റ്റ് തരുന്നനുസരിച്ച് ചെയ്തായിരിക്കും.